കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധി റൂമിലെത്തി റൂം ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോക്ക് ചെയ്തോ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി സംശയത്തോടെ അവനെ നോക്കുമ്പോൾ അല്ല അച്ഛനോ ഏട്ടനോ ഇങ്ങോട്ട് വന്നാലോ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അവരെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നേ എന്ന് നിധി ചോദിക്കുമ്പോൾ അല്ല അത് ശരിയാ, അവരെന്തിനാ അല്ലേ ഇങ്ങോട്ട് വരുന്നേ എന്ന് അവനും പറയുന്നുണ്ട്. കാറ് കയറ്റി കൊല്ലണോ അല്ല ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലണോ എന്ന് പ്ലാൻ ചെയ്യുമായിരിക്കും എന്ന് സുധീഷ് മനസ്സിൽ പെരുവിർക്കുമ്പോഴേക്കും എന്താ പെരുവിർക്കുന്നേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല കുറെ നാൾ കഴിഞ്ഞുള്ള റിയൂണിയൻ അല്ലേ, ചിലപ്പോൾ അവർക്ക് ഇനിയും സംസാരിക്കാനുണ്ടെങ്കിലോ, അവരെങ്ങാനും രാത്രി വന്നാലോ എന്ന് സുധീഷ് പറയുമ്പോൾ ഇനിയിപ്പോൾ ആരും വരാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞ് നിധിയും വാതിൽ ലോക്ക് ചെയ്ത് വന്ന് കിടക്കാൻ നോക്കുന്നുണ്ട്. അതെ തണുക്കുന്നു, ഒരു പുതപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് സുധീഷ് പറയുമ്പോൾ അതിനെന്താ എന്ന് പറഞ്ഞ് നിധി ഷെൽഫിൽ നിന്നും പുതപ്പെടുത്ത് കൊടുക്കുന്നുണ്ട്. സുധീഷ് വേണമെങ്കിൽ മുകളിൽ കിടന്നോ, ഞാൻ താഴെ കിടന്നോളാം എന്ന് നീതി പറയുമ്പോൾ അയ്യോ ഇയാളല്ലേ മുകളിൽ കിടക്കേണ്ടത്, ഞാൻ വെറും തറ എന്ന് സുധീഷ് പറയുമ്പോൾ അത് ശരിയാ, പക്ഷേ ചിലപ്പോഴൊക്കെ തറ സ്വഭാവമുള്ളൂ, എപ്പോഴും ഇല്ല എന്ന് നിധിയും പറയുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്യാലോ എന്നവൾ ചോദിക്കുമ്പോൾ അല്ല ഇങ്ങനെ മുഴുവനായി കത്തിക്കിടക്കാതെ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ എന്നവൻ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് അവൾ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ബെഡ് ലാമ്പിന്റെ വെളിച്ചം കണ്ട് ഇതാണോ ചെറിയ ലൈറ്റ് എന്നവൻ ചോദിക്കുമ്പോൾ അതിരുന്നോട്ടെ എന്നും പറഞ്ഞ് അവൾ കിടക്കുന്നുണ്ട്. ഉറങ്ങിയോ എന്നവൻ ചോദിക്കുമ്പോൾ ഇപ്പൊ വന്ന് കിടന്നല്ലേ ഉള്ളൂ, ഉറക്കം വരാറായിട്ടില്ലല്ലോ എന്ന് നിധിയും പറയാണ്. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടോ എന്നവൻ ചോദിക്കുമ്പോൾ അത് കാര്യം കേട്ടിട്ട് തീരുമാനിക്കാം എന്നവളും പറയുന്നുണ്ട്. അല്ല തനിക്ക് പേടിയൊന്നുമില്ലേ എന്നവൻ ചോദിക്കുമ്പോൾ എന്തിന് എന്നവളും ചോദിക്കുകയാണ്. അല്ല എൻ്റെ വീട്ടില് ഞാൻ തൻ്റെ റൂമിന്റെ വാതിൽക്കലൂടെ പോയാൽ പോലും അയ്യോ സുഭാഷ് ചേട്ടാ അതേ സുധീഷ് വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഒച്ച വയ്ക്കുന്ന ആളല്ലേ, ഇപ്പോൾ ഇവിടെ ഒരേ മുറിയിൽ വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് ഇങ്ങനെ കിടക്കാൻ പേടിയില്ലേ എന്നാ ചോദിച്ചേ എന്നവൻ ചോദിക്കുമ്പോൾ ഹലോ ഇത് എൻ്റെ അച്ഛൻ്റെ വീടാ, ഇവിടെ എൻ്റെ അച്ഛനും ഏട്ടനും ഏട്ടത്തിയമ്മയും അമ്മയും എല്ലാവരും ഉണ്ട്, അങ്ങനെയൊന്നും ഇയാൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം എന്നവൾ പറയുമ്പോൾ അവൻ അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്തിനാ ചിരിക്കുന്നേ എന്നവൾ ചോദിക്കുമ്പോൾ അല്ല അങ്ങനെ അഥവാ വല്ലതും സംഭവിച്ചാൽ തന്നെ ഇയാൾ എന്തു പറഞ്ഞ് നിലവിളിക്കും എന്നാ ഞാൻ ആലോചിക്കുന്നേ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് അയ്യോ അയ്യോ എല്ലാവരും ഓടി വരണേ, എൻ്റെ ഭർത്താവിനെ കയറി പിടിക്കാൻ വരുന്നേ എന്നും പറഞ്ഞാണോ നിലവിളിക്കുന്നേ എന്നവളോട് ചോദിച്ചുകൊണ്ട് അവൻ ചിരിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയല്ല നിലവിളിക്കുന്നേ, അയ്യോ എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞാൽ നിലവിളിക്കാൻ പോകുന്നേ, അലറി വിളിച്ച് കരയും, അപ്പോൾ എല്ലാവരും ഓടിവരും, ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായപ്പോൾ സുധീഷനെ കൊല്ലാൻ വന്നു എന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും എന്ന് നിധി പറയുമ്പോൾ അവൻ പെട്ടെന്ന് പായെന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് അയ്യോ ഭയങ്കരി എന്നവളോടായി പറയുന്നുണ്ട്. അതാ പറഞ്ഞ് ഇനി അധികം ആലോചിക്കാൻ നിൽക്കാതെ കിടന്നുറങ്ങാൻ നോക്കുന്നു എന്ന് നിധി പറയുമ്പോൾ എന്നാലും ഒരു പ്രശ്നമുണ്ടല്ലോ എന്നവൻ പറയുമ്പോൾ എന്ത് പ്രശ്നം എന്നവളും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ല അതോടെ എന്നെ തല്ലിക്കൊല്ലാൻ ഒരവസരമാവുമല്ലോ അവർക്ക്, പിന്നെ തന്നെ ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ കെട്ടിച്ച് കൊടുക്കുകയും ചെയ്യും എന്നവൻ പറയുമ്പോൾ പോടാ കൊരങ്ങ എന്ന് വിളിച്ചുകൊണ്ട് എനിക്കിപ്പോൾ പഴയ പോലെ ഇയാളെ പേടിയൊന്നുമില്ല, ഇയാളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് നിധി തിരിഞ്ഞു കിടന്നുകൊണ്ട് ചിരിക്കുകയാണ്. സുധീഷും അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, വെള്ളമോ മറ്റോ എന്ന് നിധി ചോദിക്കുമ്പോൾ വെള്ളമല്ലേ ഈ കുപ്പിയിലിരിക്കുന്നേ എന്നവൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നവൾ പറയുമ്പോൾ ഇനി രാവിലെ വരെ എനിക്ക് ഒരാവശ്യമില്ല എന്ന് സുധീഷും പറയാണ്. എൻ്റെ അച്ഛനും ചേട്ടനും നിങ്ങളോടുള്ള ദേഷ്യമൊക്കെ പോയി ശ്രദ്ധിച്ചില്ലേ എന്നവൾ പറയുമ്പോൾ പിന്നെ അന്ന് വീട്ടിൽ കയറി വന്നത് തൊട്ട് ഞാൻ അത് തന്നെ ശ്രദ്ധിക്കല്ലേ, ഭീഷണിയേ ഇല്ല, പകരം ദയ സ്നേഹം കാരുണ്യം വാത്സല്യം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മായി അച്ഛനും സൽക്കരിക്കാൻ മാത്രം അറിയാവുന്ന ഒരനിയനും ഈ ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറയുന്നത് പോലെ സന്തോഷമായുള്ള ഒരു കുടുംബജീവിതം എന്നവൻ പറയുമ്പോൾ ഏയ് അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, അത്ര സ്നേഹം കാണിക്കുന്നില്ലെങ്കിലും ദേഷ്യം കാണിക്കുന്നില്ലല്ലോ എന്നവൾ പറയുമ്പോൾ ഒട്ടും കാണിക്കുന്നില്ല, ഞാൻ ഇയാളെ കളിയാക്കാൻ ചുമ്മാ പറഞ്ഞതാണേ എന്ന് സുധീഷ് പറയുമ്പോൾ അല്ലെങ്കിലും സുധീഷിന് കളിയാക്കാൻ ഇത്തിരി ഉത്സാഹം കൂടുതലാ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല ഇയാൾക്ക് ഉറക്കൊന്നുമില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കുറെ നാൾ കൂടി ഈ മുറിയിലേക്ക് വന്നതല്ലേ, ഈ മുറിയായിരുന്നു എൻ്റെ ലോകം, ഓരോന്നാലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല എന്നവൾ പറയുമ്പോൾ നിധി ഇയാൾ ശരിക്കും ഒരു പാവാട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞേ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ അല്ല ഈ മുറിയും സൗകര്യങ്ങളൊക്കെ കാണുമ്പോഴാ നമ്മുടെ വീട്ടിൽ നിധി എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവിടെ ഇയാളുടെ മുറിയിൽ ഒരു AC വെക്കണം, പിന്നെ നല്ലൊരു ബെഡും വാങ്ങണം, അങ്ങനെ അത്യാവശ്യ സൗകര്യമൊക്കെ ഞാൻ ഇയാൾക്ക് ചെയ്തു തരാട്ടോ എന്നവൻ പറയുമ്പോൾ സുധീഷേ എന്നവളും വിളിക്കുന്നുണ്ട്. എന്തേ എന്നവൻ ചോദിക്കുമ്പോൾ ആദ്യം ആ പാവം സുഭാഷ് എല്ലാ ഭാരവും ചുമക്കാൻ വിടാതെ ഒന്ന് സഹായിക്കാൻ നോക്ക്, എന്നിട്ടാവാം AC ഒക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു കിടക്കുമ്പോൾ സുധീഷും ഗുഡ് നൈറ്റ് പറഞ്ഞ് മെല്ലെ തലപൊക്കി നോക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു കിടക്കുന്നത് കണ്ട് ഷോ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാണോ, ഇങ്ങോട്ടായിരുന്നെങ്കിൽ മുഖമെങ്കിലും കാണായിരുന്നു എന്ന് മനസ്സിൽ പറയുന്നുണ്ട് എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും നിധി തിരിഞ്ഞ് സുഭാഷിന്റെ നേരെ കിടക്കുന്നുണ്ട്. അവൻ എന്തോ ആലോചിച്ച് പിന്നെയും തിരിഞ്ഞ് നിധിയെ നോക്കുമ്പോഴേക്കും നിധി തന്റെ നേർക്ക് തിരിഞ്ഞു കിടക്കുന്നത് കണ്ട് അവനും സന്തോഷത്തോടെ എഴുന്നേറ്റിരുന്ന് ഉറങ്ങുന്ന നിധിയെ നോക്കിയിരിക്കാണ്. അവിടെ വീട്ടിൽ രാത്രിയാവുമ്പോൾ പായ വിരിച്ച് അതിൽ ഫോൺ നോക്കി കിടക്കാണ് ഹരീഷ്. സുഭാഷും അവിടെ വന്ന് തന്റെ പായ വിരിച്ച് നോക്കുന്നുണ്ട്.
അപ്പോഴേക്കും ഉമ്മറത്തെ പുസ്തകം വായിച്ചിരിക്കുന്ന നികേഷിനെ കണ്ടേ നികേഷെ മതി, ബാക്കി രാവിലെ വായിക്കാം, ഇപ്പൊ വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ അയ്യോ സുഭാഷ് ഏട്ടാ കുറച്ചും കൂടി തീർക്കാനുണ്ട് എന്നവനും പറയുന്നുണ്ട്. നിനക്ക് കാപ്പി ഇട്ട് തരണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇപ്പൊ വേണ്ട എന്നവനും പറയാണ്. അത് കേട്ട് സുഭാഷ് പായ വിരിച്ച് കിടക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരു പാട്ടും പാടി തന്റെ സൈക്കിളും എടുത്ത് അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛൻ പെട്ടെന്ന് കയ്യിലെ പാഴ്സലും എടുത്ത് തന്റെ കട്ടിൽ കൊണ്ടുവച്ച് റേഡിയോയിൽ ആത്മവിദ്യാലയമേ പാട്ടും വെച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാണ്. പാട്ട് കേട്ട് പഠിക്കാൻ പറ്റാതെ നികേഷും ആ പാട്ടൊന്നും നിർത്തുമോ, ഞാൻ പഠിക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇവിടുന്ന് തന്നെ പഠിക്കണം നിർബന്ധമാണോ, അകത്ത് ചെന്നിരുന്നൂടെ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. അയാൾ വീണ്ടും പാട്ട് കേൾക്കുമ്പോൾ അവന് തീരെ പഠിക്കാൻ പറ്റാതെ അവൻ ചെയ്യുന്ന റേഡിയോയിലെ പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. അയാൾ റേഡിയോ മാറ്റിവെച്ച് തന്റെ പാഴ്സൽ എടുത്ത് അത് തുറന്ന് നികേഷിനോടായി എടാ CF ചിക്കൻ ഫ്രൈഡ് റൈസാ, വന്ന് കഴിക്ക്, വാ കുറച്ചെടുത്തോ, ഇതിന്ന് കുറച്ച് നീ കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നികേഷ് അതൊന്നും ശ്രദ്ധിക്കാതെ പഠിക്കാൻ. നിനക്ക് ഞാൻ കൊണ്ടുവരുന്നതൊന്നും പറ്റില്ലല്ലോ, ഏട്ടൻ വെച്ചുണ്ടാക്കുന്നതല്ലേ പറ്റൂ, വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് അയാൾ അതെടുത്ത് കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് ചോറ് നെറുകയിൽ കയറി ചുമക്കാൻ തുടങ്ങുന്നുണ്ട്. നികേഷ് അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കണ്ട് അവനോട് വെള്ളം കൊണ്ടു കൊടുക്കാൻ അയാൾ പറയുന്നുണ്ട്. അവനകത്ത് ചെന്ന് വെള്ളം കൊണ്ട് കൊടുത്ത് അയാൾ അത് കുടിച്ചു കഴിഞ്ഞ് ഒരാൾ വറ്റി തൊണ്ടയിൽ കുടുങ്ങി ചുമച്ച് ചാവാറായി. ഞാൻ പറഞ്ഞിട്ട് വേണോടാ ഇത്തിരി വെള്ളം കൊണ്ടു തരാൻ, നിങ്ങളൊക്കെ വിശ്വസിച്ച് എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങും, കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യന്റെ ജീവൻ പോയേനെ എന്നൊക്കെ അയാൾ പറയുമ്പോൾ അവനും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് അമ്മയുടെ ഫോട്ടോ കണ്ട ദിവസം അച്ഛനെ ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഈ സ്ത്രീയുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ പിന്നെ നിന്റെ അമ്മയുടെ കയ്യിലല്ലാതെ വേറെ ആരുടെ കയ്യിലാ നിന്നെ കൊടുക്കണ്ടേ എന്നയാൾ പറയുന്നതും എല്ലാം ഓർത്തുകൊണ്ട് അവൻ എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താടാ ജീവനുണ്ടെന്ന് കരുതി വീണ്ടും കഴുത്തി ഞെരിച്ച് കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എവിടെയുണ്ട്, മരിച്ചുപോയോ, അല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ അയാളും പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി അവനെ ടെൻഷനോടെ നോക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ അമ്മ മരിച്ചു പോയെന്ന് എല്ലാവർക്കും അറിയാം, അവരെ നിങ്ങൾ കൊന്നിട്ടാ ജയിലിൽ പോയെന്ന് ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, അവരെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതല്ലേ, അപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാലോ, ജീവിച്ചിരിപ്പുണ്ടോ അല്ല മരിച്ചുപോയോ, ഇനി അവർ വല്ലതും ചെയ്തോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഒരു മൊന്ത വെള്ളം തന്നതിനാണോടാ ഒരു ഡസൻ ചോദ്യം, പറയാൻ സൗകര്യമില്ല, പോടാ എന്നയാൾ ദേഷ്യത്തോടെ അവനോട് പറയുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണ്ടേ എന്നവൻ ചോദിക്കുമ്പോൾ അറിയണ്ട എന്നയാളും പറയുന്നുണ്ട്. എവിടെ ഉണ്ടെന്നെങ്കിലും പറഞ്ഞൂടെ എന്നവൻ ചോദിക്കുമ്പോൾ സൗകര്യമില്ല ഇപ്പൊ പറയാൻ എന്നയാളും പറയുന്നുണ്ട്. അത് കേട്ട് നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് നികേഷ് വിഷമത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം തന്നെയല്ലേ എല്ലാവരും ചോദിക്കുന്നത്, അല്ലെന്ന് മനസ്സിലായല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ, രാത്രി നേരത്തെ ചോദ്യത്തിന് മേൽ ചോദ്യവും കൊണ്ട് പോടാ പോയിരുന്ന് 4 അക്ഷരം പഠിക്കാൻ നോക്ക് എന്നയാൾ പറയുമ്പോൾ അവൻ വിഷമത്തോടെ ബുക്കും എടുത്ത് പടിമേൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റാതെ അവൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവരുടെ അമ്മ അവരെ എടുത്തു നിൽക്കുന്ന ഫോട്ടോ കണ്ടില്ലേ, അതുപോലെ നിന്റെ അമ്മ നിന്നെ എടുത്തു നിൽക്കുന്ന ഫോട്ടോയാ ഇത് എന്നയാൾ പറയുന്നതോർത്ത് പെട്ടെന്ന് അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആകുമ്പോൾ നീതു മൊബൈലിൽ ഹരീഷിന് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ പല്ല് തേച്ചു കൊണ്ടിരിക്കുന്ന ഹരീഷും മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് ആരാത് എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അവളുടെ മെസ്സേജ് കണ്ട് സന്തോഷത്തോടെ അവൻ ഓടി വന്ന് മുഖവും വായൊക്കെ കഴുകി പെട്ടെന്ന് അവൾക്ക് റിപ്ലൈ കൊടുക്കാനായി ഫോൺ എടുക്കുന്നുണ്ട്. ചുറ്റും ആരെങ്കിലും ഉണ്ടോ നോക്കി അവൻ റിപ്ലൈ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും നികേഷും അവന്റെ അടുത്തൂടെ വന്ന് എന്താ ഒരു ഇളക്കം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ നീതുവും ഇതെന്താ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നേ, കുറെ നേരമായാലോ, മെസ്സേജ് ഒന്നും വരുന്നുമില്ല, ഇനി കാര്യമായിട്ട് വല്ലതും മെസ്സേജ് അയക്കുന്നതാണോ, മുഖത്ത് നോക്കി പറയാൻ പറ്റാത്തത് എന്തെങ്കിലും മെസ്സേജ് ആയിട്ട് അയക്കാനാണെങ്കിലോ, പക്ഷേ പുള്ളി അങ്ങനെയുള്ള ടൈപ്പ് അല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പോഴേക്കും അടുക്കളപ്പുറത്തൂടെ ചായയായി വന്ന നികേഷും ഹരീഷിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് മൊബൈലിലേക്ക് എത്തി നോക്കിക്കൊണ്ട് കുറെ നേരമായാലോ, ടൈപ്പ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഹരീഷും ഞെട്ടലോടെ നോക്കിക്കൊണ്ട് നീ എന്തായി പറയുന്നേ, ഒരു ഫ്രണ്ട് വണ്ടിയുടെ മോഡലിനെ പറ്റി ചോദിച്ചു, അതിനെക്കുറിച്ച് മെസ്സേജ് അയക്കായിരുന്നു എന്ന് ഹരീഷ് പറയുമ്പോൾ ഫ്രണ്ട് മോഡലിന് വേണ്ടി എന്നോട് തന്നെ വേണം കേട്ടോ ഈ പുൾവടി എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷും അങ്ങോട്ട് ഹരീഷിന് ചായയായി എത്തുന്നുണ്ട്. നീ എന്താടാ ഹരീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യാണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷും ഒരു ചിരിയോടെ സുഭാഷ് ഏട്ടാ, ഹരീഷ് ഏട്ടനിപ്പോൾ ഏത് നേരം നോക്കിയാലും ഫോണിലാ, പക്ഷേ ആരെയാ വിളിക്കുന്നതെന്നറിയില്ല എന്ന് നികേഷ് സംശയത്തോടെ പറയുമ്പോൾ ഇവൻ ഇതെന്ത്, അത് കസ്റ്റമറാടാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. കസ്റ്റമർ എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും സുഭാഷിനോടായി സുഭാഷ് ഏട്ടാ ഈ ബാത്റൂമിന്റെ പണി എപ്പോഴാ തുടങ്ങുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കുറെ പണിക്കാർ കുറവുണ്ട്, കുറച്ച് പെയിന്റിങ്ങിന്റെ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് തുടങ്ങാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഹരീഷിന്റെ മെസ്സേജ് ഒന്നും കാണാതെ പെട്ടെന്ന് നീതു അവന്റെ ഫോണിലേക്ക് വിളിക്കാണ്. ചാടിപ്പടിഞ്ഞെഴുന്നേറ്റ് കസ്റ്റമറാ, വണ്ടിയുടെ കാര്യം പറയാനേ എന്നും പറഞ്ഞ് കോൾ എടുക്കുന്നുണ്ട്. ഏത് കസ്റ്റമറാ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ നിനക്കറിയാൻ പാടില്ല, വേറെ കസ്റ്റമറാ എന്നവൻ പറയുമ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കസ്റ്റമർ ആവട്ടെ, നടക്കട്ടെ എന്ന് നികേഷ് അവനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഹരീഷ് ഫോൺ എടുത്ത് കുറച്ച് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ്.
കുറേ സമയമായി ഞാൻ കാത്തു നിൽക്കുന്നു. നീ എന്താ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതല്ലാതെ ഒന്നും ഇങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്നൊക്കെ നിധു ചോദിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഇട്ടതാ എന്നവൻ പറയുമ്പോൾ എന്നിട്ട് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല അതിന്റെ കൂടെ വേറെ എന്തിടണം അത് ആലോചിച്ചുകൊണ്ട് നിൽക്കായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും സുഭാഷും നികേഷും അവൻ നിൽക്കുന്നതിന്റെ അടുത്തുള്ള വരാന്തയിൽ വന്ന് നിന്ന് അവൻ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അവളോട് സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവനെ നോക്കി നിൽക്കുന്ന സുഭാഷിനെയും നികേഷിനെയും കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും എപ്പോഴും എന്തിനാ ഇങ്ങനെ കോൾ കട്ട് ചെയ്യുന്നേ, എനിക്ക് സംസാരിക്കാനുണ്ട് എന്നവൾ പറയുമ്പോൾ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ കോൾ കട്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. സമയമായി, ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ എന്നും സുഭാഷിനോട് പറഞ്ഞ് അവൻ പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ ഈ പോയ എഞ്ചിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരു നോട്ടം അങ്ങോട്ട് നല്ലതാ എന്ന് നികേഷ് പറയുമ്പോൾ ഹേയ് പോട്ടെടാ, അവൻ ഇങ്ങനെ ചിരിച്ചൊക്കെ കാണുന്നത് ഒരു സന്തോഷല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. നിനക്ക് ഇന്ന് എക്സാം ഇല്ലേ, വേഗം പോയി റെഡി ആവാൻ നോക്ക് എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷും ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ നിധിയുടെ വീട്ടില് രാജീവും അരുണും രാവിലെ തന്നെ സുധീഷിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവനെ ആ പഴയ സ്ഥലത്ത് തന്നെ കിടത്തണമായിരുന്നു എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാച്ചാ, നിധി അവന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് അരുണും പറയുന്നുണ്ട്. രാജീവ് പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് മണി 8 അവൻ ഇതുവരെ അവന്റെ പള്ളിയുറക്കം കഴിഞ്ഞ് എഴുന്നേക്കാറായില്ലേ എന്ന് രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഹേമ അവർക്കുള്ള ചായയായി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ എന്ന് അവളോട് പറയുമ്പോൾ ഒരു ചിരിയോടെ അവരെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി